നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്നു. നിലമ്പൂർ ഇലക്ഷൻ എന്നുള്ളത് വി.ഡി. സതീശനും അൻവറിനും ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. ഇതിൽ രണ്ടുപേരും ശരിക്കും വിജയിച്ചോ? അൻവർ ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കാൻ കഴിയും. മറ്റൊരു കാര്യം ഷിബിലി, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത്, ഇപ്പൊ നമ്മളടക്കം വിചാരിച്ചിരുന്നത് ഒരു 3-4% വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവുണ്ടാകുമെന്നാണ്. പക്ഷെ ആ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിന്റെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഏതാണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുള്ള അതേ പോളിംഗ് തന്നെ ഇത്തവണ വന്നു. 1%-യൊക്കെ അല്ലെങ്കിൽ 1% താഴെ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കുറവുണ്ടായിരുന്ന ജനം എന്താണ് ആവേശത്തോടു കൂടി വോട്ട് ചെയ്തത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ. എന്തിനു വേണ്ടിയായിരുന്നു അവർ വോട്ട് ചെയ്തത്? കാരണം അങ്ങനെ വോട്ട് ചെയ്തതിന്റെ ഫലമായി 9.73% വോട്ടുകൾ LDF കുറഞ്ഞു, 1.79% UDF കുറഞ്ഞു. അപ്പൊ ഈ രണ്ട് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ വലിയ ആവേശം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആകെ ആവേശം കാണിച്ചത് ആർക്ക് വേണ്ടിയാണ്? അത് PV അൻവറിനാണ്. യഥാർത്ഥത്തിൽ ഷിബിലിയോട് പറഞ്ഞാൽ മറ്റൊരു കോമഡി കൂടി പറഞ്ഞാൽ 4.9%, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വോട്ടിനേക്കാൾ കുറവാണ് നമുക്ക് ആർക്ക് കിട്ടിയിട്ടുള്ളത്, BJP കിട്ടിയിട്ടുള്ളത് ഇല്ലേ. അവർക്ക് 8706 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 4.97%, 5% താഴെയാണ് BJPക്കും ഇതിന്റെ പുറത്ത് വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ ജനം ആർക്ക് വോട്ട് ചെയ്യാനാണ്? SDP കിട്ടിയിട്ടുള്ളത് 2000 സംതിങ്ങോളം വോട്ടുകളാണ് നമ്മൾ കേൾക്കുന്നു, ഫൈനൽ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ആർക്കും തന്നെ വോട്ട് കൂടിയിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടിയായിരിക്കും ജനം വോട്ട് ചെയ്തിട്ടുണ്ടാവുക? ജനം വോട്ട് ചെയ്തത് ഷിബിലി ഒറ്റ ആൾക്ക് വേണ്ടിയിട്ടാണ്, PV അൻവറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് താഴാതിരുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളോ മറ്റാളുകളോ ഒക്കെ കാണാതെ പോയി. അത് കണ്ട ഏകാൾ ഞാനാണ്. ഞാൻ പക്ഷെ കുറച്ച് കൂടുതൽ കണ്ടിരുന്നു, 27,000 പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് 2 തവണത്തെ ഇത്തരത്തിൽ PV അൻവർ പിന്മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹം UDF വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ ഈ മത്സരത്തെ അത്ര ഗൗരവത്തോടെ കാണുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം തോക്കും ഉറപ്പായിട്ടും, അതുകൊണ്ട് മറ്റേതെങ്കിലും പാർട്ടിക്ക് വോട്ട് കൊടുക്കാം. ഈ തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ പലപ്പോഴും BJP വോട്ട് ചെയ്യാത്തത്. പക്ഷെ അങ്ങനെ പോലും ആളുകൾ ഇവിടെ എന്ത് ചെയ്തു? PV അൻവർ വോട്ട് ചെയ്തു. അതുകൊണ്ട് PV അൻവർ വലിയ തോതിൽ ഒരു വിജയമുണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ VD സതീശന്റെ കാര്യത്തിൽ, VD സതീശന് ഇത് വിജയമാണ് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുമ്പോൾ, അദ്ദേഹമൊക്കെ വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എങ്കിലും പറയണതിൽ നമുക്ക് വിഷമമുണ്ട്. ആ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PD സതീശൻ എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിരുന്നു ഇതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒരു ബ്ലണ്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ ഇന്ന് സണ്ണി ജോസഫ് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും വോട്ട് നേടിയിട്ടുള്ള ഒരാളെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം PV അൻവറിന്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 11.39%. ഒരു സ്വതന്ത്രൻ നിന്നിട്ട് പിടിക്കുന്ന ഏറ്റവും വലിയ പെർസെൻറ്റേജുകളിലൊന്നാണ്. അപ്പോൾ 11.39% കിട്ടിയിട്ടുള്ള ആ PV അൻവർ സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് ഇനി പെട്ടെന്നൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമൊക്കെ UDF വലിയ തോതിൽ കൂടും. കാരണം ഷിബിലിക്ക് അറിയാം, അല്ലെങ്കിൽ തന്നെ മുസ്ലിം ലീഗിന് PV അൻവർ എടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പല വലിയ നേതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ ഷിബിലി എൻ്റെ കൂടെ ഉണ്ട്. അവര് ഒരു എതിരായ കമന്റ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തന്നെ പ്രത്യേകത തന്നെ ഷിബിലി, ഇപ്പൊ മൂത്തേടം പഞ്ചായത്തിൽ അവിടെയാണ് വലിയ തോതിൽ UDF വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മേഖലകളിലാണ്. അതായത് മുസ്ലിം ലീഗിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വോട്ട് ചോരാതിരുന്നത്. ബാക്കി UDF നിന്നും കോൺഗ്രസിൽ നിന്നും പോലും വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 790 വോട്ടുകൾ ഏറ്റവും ഒടുവിൽ കുറഞ്ഞേക്കണത്. ഇത്ര വലിയ ഭരണവിരുദ്ധക്കാരുണ്ടായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇത് UDF VD സതീശന്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കൂട്ടുന്നില്ല. കാരണം കഴിഞ്ഞ തവണ VV പ്രകാശ് ഇതുപോലെ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2021 ഭരണത്തിന് അനുകൂലമായി വലിയ രീതിയിലുള്ള ഒരു വേവ് ഉണ്ടാകുമ്പോൾ, ആർക്ക്? പിണറായി വിജയനും ഭരണത്തിനും അനുകൂലമായിട്ടൊരു വേവ് ഉണ്ടാകുമ്പോൾ പോലും 12%-ലധികം വോട്ടുകളും 12,000-ലധികം വോട്ടുകളും കൂട്ടിയ ഒരാളാണ് VV പ്രകാശ്. ആ VV പ്രകാശ് പിടിച്ചിട്ടുള്ള വോട്ടുകളിൽ നിന്ന് ഒരു വോട്ട് കൂട്ടാൻ കഴിഞ്ഞില്ല. കൂടാതെ 2% കുറവുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് VD സതീശന്റെ വിജയമായി തോന്നുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് VD സതീശന് വലിയ നഷ്ടമാണ്, തിരിച്ചടിയാണ്, കോട്ടമാണ്. അത് അങ്ങനെ തന്നെ UDFന്റെ നേതാക്കൾ വിലയിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഓക്കെ, വിജയമുണ്ടായില്ലെങ്കിൽ വലിയ തലവേദനയായി പോയനെ. പക്ഷെ വിജയമുണ്ടായെങ്കിൽ പോലും അതിൽ വലിയ തോതിലുള്ള ഒരു മെറിറ്റ്, അല്ലെങ്കിൽ ആ തീരുമാനത്തിന്റെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാമല്ലോ. കാരണം ഒരു വോട്ട് പോലും അവിടെ കൂട്ടാൻ, VV പ്രകാശിനേക്കാൾ കൂടുതൽ ഒരു വോട്ട് പോലും കൂട്ടാൻ പറ്റിയില്ല. പകരം ജയിച്ചതൊരൊറ്റ കാര്യം കൊണ്ടാണ്, LDFന്റെ ഒരു ചങ്കായിട്ടുള്ള വോട്ടുകൾ മൊത്തം അൻവർ പിടിച്ചുകൊണ്ടായതുകൊണ്ടാണ്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റു പല ആളുകളിലേക്ക് വോട്ടുകൾ കുറച്ചെങ്കിലും അത് കിട്ടിയതും കൂടി ഇവരെ
സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ ആ കിട്ടിയത് കൊണ്ട് ഹിന്ദു വോട്ടുകളിലൊക്കെ വലിയ വിള്ളൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുണ്ടായില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു വിള്ളൽ ഉണ്ടാവാൻ പറ്റാത്ത വിധം വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ഈ ഭരണവിരുദ്ധ വികാരം പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അനുകൂലമല്ല എന്നൊരു മെസ്സേജ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി ഡി സതീശൻ മറ്റു സ്ഥലങ്ങളിൽ നടത്തിയതുപോലെ തന്നെ നല്ലൊരു പ്രവർത്തനം ഇവിടെ നടത്തുകയും ഇവിടെ വിജയം ഉണ്ടാവുകയും ചെയ്തില്ലേ? അപ്പം ഇത് അദ്ദേഹത്തിന്റെ നല്ലൊരു വിജയം തന്നെയല്ല അദ്ദേഹത്തിന്റെ? ഷിബിലി പറയുന്നത് തൃക്കാക്കര, പുതുപ്പള്ളി, അതുപോലെ തന്നെ പാലക്കാട് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ പുതുപ്പള്ളിയിൽ തന്നെ ഞാൻ 36,400-ലധികം വോട്ടുകൾ നേടി ജയിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ്. പോസ്റ്റൽ വോട്ട് ഉണ്ടെന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതും ഈ കണക്കുമായിട്ട് ഏതാണ്ട് 20 എണ്ണത്തിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും ഷിബിലി പറയുന്ന പോലെ അങ്ങനെ ഒരു വലിയ തോതിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നിലമ്പൂരിൽ അങ്ങനെ ഒരു പ്രവർത്തനം അതിഗംഭീരമായി നടന്നുവെന്നും ആ നടന്നതിൽ നിന്ന് തന്നെ ഇവർക്ക് കിട്ടിയ കണക്കുകളൊക്കെ ശരിയാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നതേയില്ല. കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4 റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു 10,000-ത്തിനപ്പുറത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് എത്തുമായിരുന്നു എന്ന്. പിന്നെ ഷിബിലി നമ്മളവിടെ ചെന്നിട്ട് പല ആളുകളെയും കണ്ട് സംസാരിച്ചപ്പോൾ ഷിബിലി ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം PV അൻവർ പറഞ്ഞിരുന്ന 3000 വോട്ടാണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് അത് 5000 വോട്ടായി. പിന്നീട് അത് ഒരു റോഡ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് 10,000-ത്തിലേക്ക് എത്തി നിന്നത്. അന്നും ഞാൻ ചില ആളുകളോട് പറഞ്ഞതോ ഷിബിലിക്ക് ഓർമ്മയുണ്ടാവും, 20,000-ത്തോളം വോട്ടുകൾ അദ്ദേഹം എന്തായാലും പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഷിബിലിക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എടക്കരയിലും വഴിക്കടവ് പോലെയുള്ള പഞ്ചായത്തുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള UDFന്റെ പ്രാദേശിക പ്രവർത്തകർ എത്രയാണ് പറഞ്ഞിരുന്നതെന്ന് ഷിബിലിക്ക് ഓർമ്മയുണ്ട? സത്യസന്ധമായി പറഞ്ഞോ, 15,000 വോട്ടാണ് അവര് ഏറ്റവും കുറഞ്ഞത് പറഞ്ഞിരുന്നത്. മനസ്സിലായ? 20,000, 25,000 വരെയൊക്കെ പലരും പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ VSJ അടക്കം എൻ്റെ അടുത്ത് 25,000, ഇപ്പൊ 20,000-ത്തിലേക്ക് വോട്ട് കിട്ടുമെന്ന് ലാസ്റ്റ് വരെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വോട്ട് കിട്ടാതെ പോയി എന്ന് മാത്രമല്ല, ഷിബിലി അറിയേണ്ടത് കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും പിടിക്കാൻ പറ്റിയില്ല. വളരെ സിമ്പിൾ ആണല്ലോ, നമ്മൾ പോയി കണക്കണ്ടല്ലോ. കഴിഞ്ഞ തവണത്തേനേക്കാൾ 790 വോട്ട് പിടിച്ചിരിക്കുന്നു, 1.7% വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. പക്ഷെ ജയിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, 14,000-ത്തിൽ ചില്ലാനും വോട്ടുകൾ ഇടതുപക്ഷത്തിന് കുറഞ്ഞു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ജയിച്ചു. കഴിഞ്ഞ തവണ 3000 വോട്ടുകൾ ഇടതുപക്ഷത്തിന് കുറഞ്ഞെങ്കിൽ VV പ്രകാശ് ജയിച്ചേനെ. അപ്പൊ അതുകൊണ്ട് UDF എന്നുള്ള നിലക്ക് ഒരു സംവിധാനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പ്രചരണം കൊണ്ട് ജയിച്ചു എന്ന് എങ്ങനെയാണ് ഷിബിലി പറയുക? കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രചരണമൊന്നും നടത്താതെ തന്നെ VV പ്രകാശ് എത്ര വോട്ട് പിടിച്ചു? 78,500 വോട്ട് പിടിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് 77,737 വോട്ട് കിട്ടുന്നു. അതായത് നിങ്ങൾക്ക് 790 വോട്ട് കുറയുന്നു. അപ്പൊ നിങ്ങൾ എന്ത് പ്രചരണമാണ് നടത്തുന്നത്? സാർ, അവിടെ അൻവർ ഉൾപ്പെടെയുള്ള വലിയ ടൈറ്റ് ഫൈറ്റ് അല്ല അവിടെ നടന്നത്. അല്ല, ആയിക്കോട്ടെ, ഈ ടൈറ്റ് ഫൈറ്റ് അപ്പൊ കഴിഞ്ഞവണ ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ടൈറ്റ് ഫൈറ്റ് കഴിഞ്ഞവണ ഉണ്ടായിരുന്നല്ലോ. ഈ കഴിഞ്ഞ തവണ PV അൻവർ അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്ന് വലിയ തോതിൽ ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ഫൈറ്റ് ഉണ്ടായപ്പോ പോലും ആരെന്ത് ചെയ്തു? VV പ്രകാശ് ഇത്ര വോട്ട് പിടിച്ചു, ഈ പ്രചരണമൊന്നും ഇല്ലാതെ തന്നെ. അതിനേക്കാൾ 790 വോട്ടുകൾ നിങ്ങൾക്ക് കുറഞ്ഞു. ഓരോ വോട്ട് പോലും കൂട്ടാൻ പറ്റിയില്ല. നിങ്ങൾ ജയിച്ചത് എന്തുകൊണ്ട്? നിങ്ങൾ LDFന്റെ വോട്ടുകൾ കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ജയിച്ചു. സത്യത്തിൽ നിങ്ങൾ ഇന്നൊരു കേക്കുമായി ചെന്ന് PV അൻവറിനെ കാണുകയും അത് മുറിച്ച് മധുരം പങ്കുവെക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വിളിച്ചിട്ട് ഒരു കേക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ ഇവിടെ ചെന്ന് നിന്നേനെ UDF. മനസ്സിലായോ? പിന്നെ വെറുതെ ഓക്കെ, നമുക്ക് ഇപ്പൊ ജയം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ നാട്ടിലെ 90% ആളുകൾ ഇത്ര കൂലങ്കഷമായി ഇതൊന്നും നോക്കാത്തത് കൊണ്ടും നമ്മളിത് വളരെ കൃത്യമായി നോക്കുന്നതായതുകൊണ്ടും ഇതിന്റെയൊക്കെ പുറകെ എന്ത് ചെയ്യാൻ പോവുക. പിന്നെ ഷിബിലിക്ക് തന്നെ അറിയാലോ, ഏറ്റവും ആദ്യം 25,000 വോട്ട് ഭൂരിപക്ഷം, പിന്നെ 20,000, പിന്നെ 15,000, പിന്നെ 12,000, പിന്നെ ഏറ്റവും കുറവ് എന്താണ് മറ്റേ ഒരു 5,000 വോട്ടിനെങ്കിലും ഞങ്ങൾ ജയിച്ചേക്കുമെന്നുള്ള ലെവലിൽ UDFന്റെ ഒരു ഇത് താഴുകയും PV അൻവറിനെയൊക്കെ ഒരു ഗ്രാഫ് ഉയരുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി എനിക്കും ഷിബിലിക്കും കൃത്യമായിട്ട് അറിയാം, അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പ്രചരണ പ്രവർത്തനം പോലും നടത്തിയിട്ടില്ല. ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല 2,863 ബൂത്തിൽ. ഇതെങ്ങനെയാണ് ഷിബിലി നടത്തിയിട്ടുള്ളത്? ഇത് CR മഹേഷ്, ലിജു, അതുപോലെ മറ്റേ നമ്മുടെ ഇവിടെയുള്ള അൻവർ സാദത്ത്, മറ്റേ ചാണ്ടി ഉമ്മൻ, ഇത്തരത്തിലുള്ള ആളുകൾ ഓരോ MLA-മാർക്ക് ഓരോ പഞ്ചായത്ത് വീതം വെച്ച് കൊടുത്തിട്ടാണ്. ഇനി 140 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഇവരെല്ലാം എന്ത് ചെയ്യുമോ? അൻവർ സാദത്ത് ആലുവ നോക്കാതെ അവിടെ പോയി എന്ത് ചെയ്യോ? ചാണ്ടി ഉമ്മൻ എന്ത് ചെയ്യോ? അവിടെ ചെന്ന് ഇത് ചെയ്യോ? വർക്ക് ചെയ്യോ? അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിജയമായിട്ട് കാണാൻ ഫാക്ച്വലി കഴിയില്ല. എനിക്ക് VD സതീശനോട് ബഹുമാനമാണ്. അദ്ദേഹം നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ടീമിനെ ഒന്നിച്ചു ചേർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ.
പക്ഷെ അതൊന്നും അവിടെ ഈ ഷിബിലി പറഞ്ഞ മറ്റേ തൃക്കാക്കരയോ അല്ലെങ്കിൽ പുതുപ്പള്ളിയിലോ അല്ലെങ്കിൽ മറ്റ് പാലക്കാടോ ഉണ്ടായതുപോലെ അവിടെ വർക്കൗട്ട് ചെയ്തിട്ട് കൊണ്ട് ചേലക്കര പോലെ ഉണ്ടായ പോലെ പോലും വർക്കൗട്ട് ആയില്ല എന്നാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. സാർ അപ്പൊ ഈ റിസൾട്ടിനെ മുൻനിർത്തി ബാക്കിയുള്ള UDF നേതാക്കൾ ഇതുപോലെ തന്നെ വിലയിരുത്തുമോ? തീർച്ചയായിട്ടും UDF നേതാക്കൾ വിലയിരുത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ സണ്ണി ജോസഫ് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര വോട്ട് പിടിച്ച ഒരാളെ ഇനി തള്ളിക്കളയാൻ പറ്റില്ല, കഴിയില്ല, ഡോറിന് ലോക്കുള്ളത് തുറക്കാനാണ് എന്നൊക്കെ സണ്ണി ജോസഫിന് പറയാൻ. മനസ്സിലായി. ഇനി മറ്റു പല നേതാക്കളും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതൊരു പാഠമാണ്, ഇത് മനസ്സിലാക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. K മുരളീധരനും ഏതാണ്ട് അതേപോലെ തന്നെയുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതവർ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും. ഇനി ഷിബിലിയുടെ ഒരു കാര്യം കൂടി പറയാം. ഇത് യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഈ വർഗീയ ശക്തികളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ NGO-കളെയും അസോസിയേഷനുകളെയും എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. കാരണം നിങ്ങൾ 2001 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഏതാണ്ട് 31-ൽ നിന്ന് 26% കുറഞ്ഞിക്കാണ്. UDF-ൻ്റെത് 49-ൽ നിന്ന് 36%, അതായത് 13% കുറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഷിബിലിയോട് പറഞ്ഞത് ഇത് സത്യത്തിൽ CPM-നും LDF-നും ആത്മവിശ്വാസം നൽകുന്ന ഒരു ഫലവും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്തേണ്ട ഒരു ഫലവുമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തു, കാരണം അത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പത്രക്കാരും കാണും എന്നുള്ളത് കൊണ്ട് ക്രെഡിറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കാണെന്നോ അല്ലെങ്കിൽ എനിക്കല്ലെന്നോ ഒക്കെ പലർക്കും അവകാശപ്പെടാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നിങ്ങൾ മറ്റേ ആളുകളെ എടുത്തു പൊക്കി തുള്ളലും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ആലോചിക്കണം. ഞാൻ ഷിബിലിയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ റീലും അതുപോലെ പെട്ടി വിവാദവും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഒന്നും അവിടെ വലിയ തോതിൽ ചർച്ച ഇല്ല. കാരണം അവിടെ വലിയ തോതിൽ മനുഷ്യൻ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിലാണ് അവന്റെ വന്യമൃഗങ്ങൾ എപ്പോൾ ആക്രമിക്കാൻ വരുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആക്രമിക്കാൻ വരുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു പ്രവർത്തനവും നടത്താതെ ഒരു ബൂത്തിലെ ഒരു ഏജന്റ് പോലും ഇരിക്കാതെ PV അൻവർ ഇത്രത്തോളം വോട്ടുകൾ കിട്ടിയത്. അതേസമയം ചാണ്ടി ഉമ്മനും ബാക്കിയുള്ള MLA-മാരും വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ടാണ് ഷിബിലി അറിയേണ്ടത് ഒരു വോട്ട് പോലും കൂടാതിരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് VD സതീശനിൽ നിന്ന് ടീം UDF എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം തന്നെ, ടീമായി വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അവരെ വർക്ക് കൊള്ളാം.